ഇന്ന് വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ കൂടി നമ്മൾ ഇന്ന് പുറത്തുവിടാത്ത ടേപ്പിൽ നൽകിയിട്ടുണ്ട്. എന്താണതിൽ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇതിലും കൂടുതൽ ഞാൻ ഈ ഇരയെ ആക്രമിക്കാതിരുന്നത് എന്നാണ്. ക്രൂരമായ ബലാത്സംഗം അഥവാ പീഡനം അതിലുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിലും ക്രൂരമായി ആക്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിന് ഇയാൾ പറയുന്ന കാര്യം, ഞാൻ എൻ്റെ കാമുകിക്ക് കൊടുത്തൊരു വാക്കായിരുന്നു. അതായത് ഞാൻ എൻ്റെ സ്വയം ലൈംഗിക തൃഷ്ണയ്ക്ക് വേണ്ടിയിട്ടല്ല സമീപിച്ചത് എന്ന് പറയാൻ അയാൾ ഉദാഹരിക്കുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം കോടതിയുടെ മുൻപാകെ എത്തേണ്ടതാണ്. നിലവിൽ വിചാരണ പൂർത്തിയായിരിക്കുന്ന ഈ കേസിൽ ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം പല ഘട്ടങ്ങളിലായിട്ട് എടുത്തതാണെങ്കിലും അതിൻ്റെ ഈ കൂടിക്കാഴ്ചയിലെ ഈ സ്റ്റിംഗ് ഓപ്പറേഷനിലെ വെളിവാക്കലിൻ്റെ പൂർണ്ണരൂപം റിപ്പോർട്ടർ TV കോടതിയിലും അന്വേഷണ സംഘത്തിനും ഹാജരാക്കാൻ തയ്യാറാണ്. ഇനി അത് നീതിന്യായ വ്യവസ്ഥകളിലൂടെ അവരവരുടെ പണി ചെയ്യട്ടെ. പ്രോസിക്യൂഷൻ അവരുടെ വാദങ്ങൾ കൂടുതൽ ശക്തമാക്കട്ടെ. ഇനി അവരുടെ വാദങ്ങൾ ഈ കോടതിയിൽ ഉന്നയിക്കാനില്ലെങ്കിലും മറ്റൊരു ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ ഇതൊരു നിർണായകമായ തെളിവായി മാറും എന്നുള്ളതാണ്. നിലവിൽ പ്രോസിക്യൂഷൻ്റെ ഫൈൻഡിങ്ങുകളെ കൺഫേം ചെയ്യുന്ന കൺഫർമേഷൻ ഓഫ് പ്രോസിക്യൂഷൻ കേസ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് ഭാഗികമായി സംഭവിക്കുന്നു. അതായത് പോലീസിൻ്റെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നാം പ്രതിയിൽ നിന്ന് നേരിട്ട് നമ്മൾ അറിയുന്നു. എന്തിനീ കുറ്റകൃത്യം നടത്തി? ആ കുറ്റകൃത്യം നടത്തിയത് ദിലീപിൻ്റെ ഒരു പേഴ്സണൽ വെഞ്ചൻസ്, വ്യക്തിപരമായിട്ടുള്ള വിരോധം. ആ വിരോധത്തിൻ്റെ കാരണം കുടുംബം തകർത്തു എന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ തോന്നൽ. അതിൽ എന്ത് വില കൊടുത്താണ് ഈ കൊട്ടേഷൻസ് ഏർപ്പാട് ചെയ്തത്? ഒരു സിനിമയുടെ നിർമ്മാണ ചെലവെന്നാണ് പറഞ്ഞത്, 1.5 കോടി രൂപ.